قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ യുക്തിഭദ്രമായിട്ടാണ്, അതല്ലെങ്കിൽ ചിന്തയെ ഉദ്ദീപിപ്പിച്ചുകൊണ്ടാണ് പരലോകത്തെ സമർപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ സൂചിപ്പിച്ചു, വെല്ലുവിളി സ്വഭാവത്തിൽ പരലോകത്തെ നിരാകരിക്കുന്ന, മരണാനന്തര ജീവിതത്തെ നിരാകരിക്കുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണാനന്തര ജീവിതത്തെ സമർപ്പിക്കുന്നത് ഏതെങ്കിലും പ്രകൃതി പ്രതിഭാസങ്ങളെ സമർപ്പിച്ചുകൊണ്ടാണ് പരലോകത്തെ അല്ലാഹു സമർത്ഥിക്കുന്നത്. അതിനായി അല്ലാഹു കാര്യമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പും അവൻ്റെ ജന്മവുമാണ്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു വയ്ക്കുന്നത് ബീജത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ 11 അധ്യായങ്ങളിലായി 12 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ബീജത്തെക്കുറിച്ച്, അഥവാ ഖുർആനിക് ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ബീജത്തിന് നുത്ഫത്ത് എന്നാണ് ഉപയോഗിക്കുന്നത്, അത് 12 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഖുതുബയിൽ ബീജത്തെക്കുറിച്ച് മാത്രം, മനുഷ്യൻ ശ്രവിക്കുന്ന ബീജത്തെക്കുറിച്ച് മാത്രം നമ്മൾ സംസാരിച്ചു. അതിനകത്ത് അല്ലാഹു ഒളിപ്പിച്ചു വച്ചിട്ടുള്ള, ഒതുക്കി വച്ചിട്ടുള്ള, കേവലം കണ്ണുകൊണ്ട് കാണാത്ത ഒരു കുത്തിൽ ഒരു മനുഷ്യൻ്റെ മുഴുവൻ വിശദാംശങ്ങളും അല്ലാഹു ഒതുക്കി വച്ചിട്ടുണ്ട്. ആ കുത്ത് വികസിക്കുന്നത് മാത്രമാണ് മനുഷ്യനായി മാറുന്നത്. അല്ലാതെ ഒന്നും ഗർഭപാത്രത്തിൽ ഉമ്മയുടെ വകയായിട്ടോ വാപ്പയുടെ വകയായിട്ടോ വേറെ ഏതെങ്കിലും ശാസ്ത്രീയമായിട്ടോ ഒന്നും അതിനകത്ത് കൂട്ടിച്ചേർക്കുന്നില്ല. ആ കുത്തിൻ്റെ വികസനം മാത്രമാണ്. ആ ഒന്നാമത്തെ കുത്തിൽ നിന്ന് 9 മാസം കൊണ്ട് 2000 കോടി കലകളുള്ള കോശങ്ങളുള്ള ഒരു കുഞ്ഞായിട്ടാണ് ഒരു കുഞ്ഞുമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നത്. അത്രക്കും അത്ഭുതമാണ്. എന്നിട്ടാണ് അല്ലാഹ് ചോദിക്കുന്നത്, ഇത് സൃഷ്ടിക്കാൻ കഴിഞ്ഞവനാണ് ഞാൻ, ഇങ്ങനെ നിന്നെ ഉണ്ടാക്കാൻ സാധിച്ചവനാണ് ഞാൻ, അത് നീ ഒന്നും അല്ലായിരുന്നു. അപ്പോൾ ലം യകുൻ ശൈഅൻ മദ്കൂറ, നിന്നെക്കുറിച്ച് ഒന്നുമേ എന്ന് പറയാൻ കഴിയുമായിരുന്നില്ല. പേരൊക്കെ നിനക്ക് പിന്നീടാണല്ലോ വന്നത്. നിന്നെക്കുറിച്ച് ഒന്നുമേ പറയാൻ കഴിയാതിരുന്ന, അതൊരു പ്രസ്താവയോഗ്യമായിട്ടുള്ള ഒന്നുമായിരുന്നില്ല നീ. ആ ഇല്ലായ്മയിൽ നിന്ന് ഇത്രയും മനോഹരമായൊരു രൂപം നിനക്ക് നൽകാൻ കഴിഞ്ഞ എനിക്ക്
വീണ്ടും ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രയാസമാണെന്നാണോ നീ ചിന്തിക്കുന്നത്? നിങ്ങളൊക്കെ വിചാരിക്കുന്നത് അങ്ങനെയാണോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഒറിജിനൽ കോപ്പി എടുക്കാൻ കഴിഞ്ഞ എനിക്ക് പിന്നെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറ്റുമോ എന്ന് എന്തിന് സംശയിക്കണം എന്നാണ് പുതിയ ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇനി അതിനോടനുബന്ധിച്ചുള്ള മറ്റൊരു കാര്യം പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു മുൻപേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഇത്തരം വിഷയങ്ങൾ നമ്മൾ മിമ്പറിൽ പറയുന്നത് അതിന് വേറെ ചില ഉദ്ദേശങ്ങളുണ്ട്. 3-4 ഉദ്ദേശങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട 2 കാര്യം. ഒന്നാമത്തേത്, നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഡിസ്റ്റിങ്റ്റീവ് സ്റ്റൈൽ, ഒരു സവിശേഷമായ ഒരു രീതി ഖുർആനിനുണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ. ആത്മീയ ഗ്രന്ഥങ്ങളുടെ പൊതു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിശുദ്ധ ഖുർആൻ കാര്യങ്ങളെ യുക്തിയുടെയും ബുദ്ധിയുടെയും പിൻബലത്തോടു കൂടി അംഗീകരിക്കാൻ ആവശ്യപ്പെടുന്നു എന്നതാണ് ആത്മീയ ഗ്രന്ഥങ്ങളുടെ പൊതു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഖുർആനിൻ്റെ ശൈലി. വിശ്വസിച്ചോളൂ, നിങ്ങൾ വിശ്വസിക്കൂ, പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി എന്ന ഒരു രീതിയല്ല ഖുർആൻ അടിസ്ഥാന വിശ്വാസങ്ങളെ കുറിച്ച് സ്വീകരിക്കുന്നത്. അടിസ്ഥാന വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവും അവൻ്റെ ഏകത്വവുമാണ്. രണ്ടാമത്തേത് പരലോകത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. ഈ 2 കാര്യത്തെക്കുറിച്ച് വിശ്വസിക്കാൻ ആവശ്യപ്പെടുമ്പോഴും യുക്തിഭദ്രമായിട്ട് വിശ്വസിക്കാനാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ 2 വിശ്വാസങ്ങളും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിൽ അടക്കം മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് യുക്തിഭദ്രമായിട്ട് തന്നെ വിശ്വസിക്കണം എന്ന നിർബന്ധം വിശുദ്ധ ഖുർആനിനുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ആ സവിശേഷമായ ശൈലി, ഈ ഖുർആനിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ നിരന്തരമായി ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് ആത്മീയ ഗ്രന്ഥങ്ങളുടെ പൊതുശൈലിയല്ല, ചിന്തിക്കാൻ ആവശ്യപ്പെടുക എന്ന് പറയുന്നു. എന്നു മാത്രമല്ല, ചിന്തിക്കാത്തവരെ അതിശക്തമായ ഭാഷയിൽ ഖുർആൻ കുറ്റപ്പെടുത്തുന്നു എന്നതും കൂടിയാണ്. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്കുമുല്ലദീന ലാ യഅഖിലൂൻ. ചിന്തിക്കാത്ത, ബുദ്ധി ഉപയോഗിക്കാത്ത, അന്ധരും ബധിരരുമായിട്ടുള്ള ആളുകളാണ് അള്ളാഹുവിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ ചിന്തിക്കാൻ നിരന്തരം പറയുന്നു, ചിന്തിക്കാത്തവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം ഈ രൂപത്തിലുള്ളതാണ് എന്ന്. ഇതാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നതിന്, ഖുതുബയിൽ ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവരുന്നതിന് പ്രധാന കാരണം. ഒരു കാരണം. മറ്റൊരു കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഖുർആനിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഇത്രയും ഗഹനമായ പരാമർശങ്ങളുണ്ട് എന്ന് നമ്മൾ അറിയണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഖുർആനിൽ ഇങ്ങനെയൊക്കെ പരാമർശങ്ങളുണ്ട്. ബീജത്തെക്കുറിച്ച്, ഗർഭധാരണത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ കൈവശമിരിക്കുന്ന ഖുർആനിലുണ്ട് എന്ന് സാധാരണക്കാരായിട്ടുള്ള നമ്മൾ അറിയണം. പണ്ഡിതന്മാരല്ല, സാധാരണക്കാരായിട്ടുള്ള നമ്മൾ അറിയണം. അപ്പോൾ ഖുർആനിനെ കുറിച്ച് ഒരാത്മവിശ്വാസം അത് നമ്മളിൽ ഉണ്ടാക്കും. അതിനെന്ത് വേണം? ഇത് നമ്മൾ പഠിക്കണം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഖുർആനുമായി അകന്നാണ് സാധാരണക്കാർ നിലകൊള്ളുന്നത്. അവർക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധം എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ആകെ സാധാരണക്കാർക്ക് ഖുർആനായിട്ടുള്ള ബന്ധം ഓത്തുബന്ധം മാത്രമാണ്. അതുപോലും നല്ലൊരു ശതമാനം ആളുകൾക്കും ഇല്ല, ഓത്തുബന്ധം പോലും ഇല്ല. പിന്നെ ആകെ ഉള്ളത് ഓത്തുബന്ധമാണ്. ഒരു 1000 തവണ നിങ്ങളിരുന്ന് ഓതിയാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഖുർആനിലുണ്ട് എന്ന് നമുക്ക് ആർക്കും മനസ്സിലാവില്ല. മനസ്സിലാവുമോ? ഞാൻ കഴിഞ്ഞ ഖുതുബയിലും അതിനു മുമ്പുള്ള ഖുതുബയിലും ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഖുർആൻ ഇരുന്ന് 1000 തവണ ഓതിയാലും നമ്മൾ അറബികളല്ലാത്തത് കൊണ്ട് നമുക്കത് മനസ്സിലാവില്ല. അങ്ങനെയുള്ള ഒരു ബന്ധമല്ല ഖുർആനുമായിട്ട് നമുക്കുണ്ടാകേണ്ടത്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം പോലും ഒരു മൗലവിയുടെ പ്രഭാഷണം കേട്ടത് ഖുർആൻ പരിഭാഷയല്ല, ഖുർആൻ പരിഭാഷ ഖുർആനല്ല, ഖുർആൻ പരിഭാഷ ഖുർആനല്ല. അതുകൊണ്ട് വായിക്കേണ്ടത് പരിഭാഷയല്ല, വായിക്കേണ്ടത് വ്യാഖ്യാനമാണ്. എവിടെ നിന്ന് കിട്ടിയാവോ ഈ വിവരം? ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല ഖുർആൻ പരിഭാഷ ഖുർആനാണെന്ന്. നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഖുർആൻ പരിഭാഷ ഖുർആനാണെന്ന്? ആരും വിശ്വസിക്കുന്നില്ല. നീ ഖുർആൻ പരിഭാഷ ഖുർആനല്ല എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഖുർആനാണ്, അത് അറബിയിലുള്ളതാണ്. അതിനാണ് ഈ ലോകത്തെല്ലാവരും, എല്ലാ മലയാളിയും ഖുർആനായിട്ട് കാണുന്ന അറബി ഖുർആനെ തന്നെയാണ്.
ഏതെങ്കിലും മലയാള പരിഭാഷേനെ ഖുർആനായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. അപ്പം അത് വായിച്ചേ പറ്റൂല, വ്യാഖ്യാനം വായിക്കണം. അള്ളാഹ് പറഞ്ഞ അത് വായിക്കണമെന്ന്, ഇവര് പറഞ്ഞു വ്യാഖ്യാനം വായിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു പറയുന്നു ഈ ഖുർആൻ നിങ്ങൾ വായിക്കണം, അതിനുവേണ്ടി ഞാനിതിനെ ലളിതമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹ് പറയണ്. ഇവര് പറയണ് ഇതല്ല വായിക്കേണ്ടത്, വായിക്കേണ്ടത് വ്യാഖ്യാനമാണ്. വ്യാഖ്യാനം ആരുടെയാണ്? വ്യാഖ്യാനം ആരുടെയാണ്? മനുഷ്യന്മാരുടെ വ്യാഖ്യാനമാണ്. അതാണ് ഈ വായിക്കണം നമ്മളോട് ഉപദേശിക്കുന്നത്. അള്ളാഹ് പറഞ്ഞത് വ്യാഖ്യാനമല്ല വായിക്കേണ്ടത്, ആദ്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ വായിക്കുക. എവിടെയാണ് നമ്മളും നമ്മുടെ മൗലവിമാരൊക്കെ നിൽക്കുന്നത് എന്ന് ആലോചിക്കണം, ഒന്ന് ആലോചിക്കണം. ഇതൊക്കെ നമ്മൾ പറയുന്നത് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇത്രയും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇതൊക്കെ പഠിക്കുമ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം വർദ്ധിക്കും, പരലോകത്തിലുള്ള വിശ്വാസം വർദ്ധിക്കും, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകും, വൈജ്ഞാനികമായിട്ട് നമ്മൾ വികസിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഉപകാരങ്ങൾ ഉണ്ടാകും എന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ മിമ്പറിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മളത് നന്നായി ശ്രദ്ധിച്ച് കേൾക്കുകയും നമ്മൾ കേട്ടിങ്ങനെ പോകലല്ല, നമ്മൾ ചിന്തിക്കണം എന്ന് ആവശ്യപ്പെടുന്നതാണ്. സാധാരണ വിശ്വാസികളോടാണ് ചിന്തിക്കാൻ പറഞ്ഞത്, മുസ്ലിയാക്കന്മാരോടും മൗലവിമാരോടും പണ്ഡിതന്മാരോടും ഖത്തീബുമാരോടല്ല, സാധാരണക്കാരോടാണ് ഖുർആൻ ചിന്തിക്കാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അള്ളാഹുവിനോട് അടുക്കാൻ കഴിയുള്ളൂ, അള്ളാഹുവിനെ ഓർക്കുള്ളൂ. നമ്മൾ ഒരു ചിന്തയുമില്ലാതെ ആകെ കാശിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ എവിടെയും എത്തൂല. അപ്പം അതുകൊണ്ട് നമ്മളത് ചിന്തിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അതിൻ്റെ ആദ്യ കാര്യം എന്നുള്ള നിലക്കാണ് നമ്മൾ ബീജത്തെക്കുറിച്ച് കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞത്. ഇതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പരലോകത്തെ സമർപ്പിക്കുമ്പോൾ പറയുന്ന മറ്റൊരു കാര്യമാണ് ഗർഭപാത്രത്തിൽ നടക്കുന്ന കുഞ്ഞിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു വെച്ചതിന് ശേഷമാണ് എന്തു പറയുന്നത്? പരലോകമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബീജത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹ് ഇത് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ ഗർഭപാത്രം എന്ന് പറയുന്ന ഇരുട്ടറയിൽ നടക്കുന്ന വിവിധ ദശകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 5-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്താ? യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ് ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ് ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة ليبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا. 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 5-ാമത്തെ വചനമാണ്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, നാളെ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് ബീജത്തിൽ നിന്നാണ്. നിങ്ങളെ ഞാൻ ഇന്നാ ഖലഖനാകും മിൻ നുത്ഫത്തിൻ, ബീജത്തിൽ നിന്നാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത്. സുമ്മ മിൻ അലക്കത്തിൻ, പിന്നെ നാം നിങ്ങളെ അലക്കയാക്കി മാറ്റി. സുമ്മ മിൻ മുളുകത്തിൻ, പിന്നെ നിങ്ങളെ മുളുകയാക്കി മാറ്റി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പിന്നീട് നിങ്ങളെ സൃഷ്ടവും അസൃഷ്ടവുമായ രൂപത്തിലാക്കി നമ്മൾ പരിവർത്തിപ്പിച്ചു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരു നിശ്ചിത കാലയളവ് വരെ ഇങ്ങനെയൊക്കെ ആക്കി ഞാൻ ഗർഭപാത്രത്തിൽ നിങ്ങളെ നിർത്തി. സുമ്മ നുഖ്രിജുകും തിഫ്ലാ, പിന്നെ നിങ്ങളെ ആ അവധി എത്തിയപ്പോൾ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവത്തിലൂടെ നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവന്നു. ഇത് ഗർഭപാത്രത്തിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ ഇരുട്ടറയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചത് അതാണ്. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതിൽ നിന്നെല്ലാം കുറച്ചുകൂടി കൃത്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. വളരെ മനോഹരമായ ഒരു മാനിഫെസ്റ്റേഷനാണിത് വിശുദ്ധ ഖുർആനിൻ്റെ. നമ്മളൊക്കെ കാണാതെ പഠിക്കേണ്ടതാണ്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, നിങ്ങളെ ഞാൻ മണ്ണിൻ്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു.
സുമ്മ ജഅൽനാഹു ഫി ഖറാരിൻ മക്കീൻ. എന്നിട്ട് പിന്നീട് നാം നിങ്ങളെ ബീജരൂപത്തിലാക്കി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കുടിയിരുത്തി. എത്ര മനോഹരമാണ് അള്ളാഹുവിന്റെ വർത്തമാനങ്ങൾ. നിങ്ങളെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ഒരു പക്ഷേ ഈ വർത്തമാനം ഈ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിലാകാം. ഒന്നാമത്തേത്, ആദ്യത്തെ മനുഷ്യനെ അള്ളാഹു കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ പറയുന്നു. ഒന്നുകിൽ ആ അർത്ഥത്തിലാകാം നിങ്ങളെ ഞാൻ കളിമൺ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, മനുഷ്യന്റെ ശരീരത്തിലുള്ള എല്ലാ മൂലകങ്ങളും കളിമണ്ണിൽ നിന്നുള്ള മൂലകങ്ങളാണ്. കാരണം പീരിയോഡിക് ടേബിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അഥവാ ഈ എലമെന്റ്സിന്റെ മൂലകങ്ങളുടെ ടേബിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 118 മൂലകങ്ങളാണ് ഈ ഭൂമുഖത്തുള്ളത്. 118 മൂലകങ്ങളാണുള്ളത്. ഈ 118 മൂലകങ്ങളിൽ 94 മൂലകങ്ങളും അങ്ങനെ തന്നെ ഈ ഭൂമുഖത്തുണ്ട്. ബാക്കിയുള്ള മൂലകങ്ങൾ 118ൽ ബാക്കിയുള്ള മൂലകങ്ങൾ സിന്തറ്റിക് ആയിട്ട്, ആർട്ടിഫിഷ്യലായിട്ട് ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കിയതാണ്. ഇതിൽ 21 മൂലകങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ട്. നമ്മളാകുന്ന ഓരോ ശരീരത്തിലും ഭൂമിയിലെ 21 മൂലകങ്ങളുണ്ട്. ഇത് മണ്ണിലുള്ള മൂലകങ്ങളാണ്. ഒരു പക്ഷേ ഞാൻ നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഈ ഉദ്ദേശത്തിലാകാം. ഈ രണ്ടർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ ആ വർത്തമാനത്തെ എടുക്കാവുന്നതാണ്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫത്തൻ ഫീ ഖറാരിൻ മക്കീൻ. പിന്നീട് നിങ്ങളെ നാം സുരക്ഷിതമായ സ്ഥലത്ത് ബീജമാക്കി നിലനിർത്തി. എന്താ അത്? പുരുഷ ബീജം അവരുടെ വൃഷ്ണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതമായിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തു വെച്ചു. സ്ത്രീ ശരീരത്തിൽ ഓവറിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അണ്ഡം ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കി. രണ്ട് ശരീരത്തിലെ സേഫ് സോണാണ്. സുരക്ഷിതമായ ഇടത്താണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. രണ്ടും ബീജം തന്നെയാണ്. സ്ത്രീയുടെ അണ്ഡം നമ്മൾ ഭാഷാപരമായി പറയുന്നതേ ഉള്ളൂ. രണ്ടും ഒരർത്ഥത്തിൽ ബീജം തന്നെയാണ്. അപ്പൊ സ്ത്രീ ബീജത്തെ സുരക്ഷിതമായ സ്ഥലത്ത് ഉൽപ്പാദിപ്പിച്ചു. പുരുഷ ബീജത്തെ നമ്മുടെ വൃഷ്ണത്തിൽ സുരക്ഷിതമായിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ബീജമായിട്ട് രണ്ട് സ്ഥലത്തും നിക്ഷേപിച്ചു, നിലനിർത്തി അല്ലാഹു. അതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നത് സുമ്മ ഖലഖന നുത്ഫത അലഖതൻ. പിന്നീട് നാം നിങ്ങളെ അലക്കയാക്കി മാറ്റി. ഈ അലക്കയാക്കി മാറ്റി എന്ന് ഇത് ഖുർആനിൽ നമ്മൾ ഓതുന്ന ഖുർആനിലുള്ളതാണ്. ഈ അലക്കയാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തൃ ലൈംഗിക ബന്ധം കഴിഞ്ഞാൽ പുരുഷന്റെ ബീജവും ആ ഭാര്യയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ അണ്ഡവുമായി സംയോജിച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സാധാരണ ഭ്രൂണശാസ്ത്രത്തിൽ എന്തു പറയുന്നത്? സൈഗോട്ട് എന്ന് പറയുന്നത്. ആ ഒരു ബിന്ദുവിനെ കുറിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത്. 1 മില്ലിമീറ്ററിനെ 1000-1 അംശമാക്കിയാൽ അതിൽ 6 അംശത്തിന് എന്ത് വലിപ്പമുണ്ടാകുമോ അത്രയും മൈക്രോസ്കോപ്പിക് ആണ് ആ ബിന്ദു. ബിന്ദു എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം കാണുന്നതിനാണ് നമ്മൾ ബിന്ദു എന്ന് പറയുക. കാണാനൊന്നും പറ്റില്ല. ആ ബിന്ദുവിലാണ് അല്ലാഹു എല്ലാം ചെയ്തു വച്ചിട്ടുള്ളത്. ആ ബിന്ദു ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ഇത് ഒന്നിക്കുന്നത്. പുരുഷന്റെ ഭാഗത്ത് നിന്നല്ല ബീജവും സ്ത്രീയുടെ അണ്ഡവും ഒന്നിക്കുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. ആ ഫലോപ്പിയൻ ട്യൂബിൽ നിന്ന് അത് ഗർഭപാത്രത്തിലേക്ക് വരുന്നത് 4 ദിവസം കൊണ്ടാണ്. 4 ദിവസം കൊണ്ടാണ് ഗർഭപാത്രത്തിലേക്ക് വരുന്നത്. അഥവാ സ്ത്രീയുടെ ഫലോപ്പിയൻ ട്യൂബിലൂടെ പതുക്കെ അനങ്ങി 4 ദിവസം കൊണ്ടാണ് അത് വരുന്നത്. ഇതിന് സ്വയം ചലിക്കാനുള്ള കഴിവില്ല. ഈ സൈഗോട്ടിന് അഥവാ സിക്താണ്ഡത്തിന് സ്വയം ചലിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് അവിടെ വേറൊരു സംവിധാനം അല്ലാഹു ഏർപ്പെടുത്തി. അഥവാ പെണ്ണിന്റെ ഫലോപ്പിയൻ ട്യൂബ് ഇങ്ങനെ ഇരുന്ന് ചുരുങ്ങും. ഇങ്ങനെ ഇരുന്ന് സങ്കോചിക്കുമ്പോൾ പതുക്കെ ഇത് നീങ്ങും. അങ്ങനെ അത് ഗർഭപാത്രത്തിൽ വരും. ഗർഭപാത്രത്തിൽ വന്നിട്ട് ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ ഇതങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. ഇത് 5-ാം ദിവസമാണ് ഇത് നടക്കുന്നത്. 5-ാം ദിവസത്തിന്റെയും 10-ാം ദിവസത്തിന്റെയും ഇടയിലാണ് ഈ ഒട്ടിപ്പിടിച്ചത് മാറുന്നത്. ഈ അലക്ക എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച ആ പദത്തിന് എന്തൊക്കെ അർത്ഥമുണ്ട് നിങ്ങൾക്കറിയാമോ? ഒട്ടിപ്പിടിക്കുക, പറ്റിപ്പിടിക്കുക, അട്ട, തൂങ്ങി നിൽക്കുക എന്നൊക്കെയുള്ള ഭാഷാപരമായ അർത്ഥങ്ങളുണ്ട്. ഒട്ടിപ്പിടിക്കുക എന്നുള്ള അർത്ഥമുണ്ട്, പറ്റിപ്പിടിക്കുക എന്നുള്ള അർത്ഥമുണ്ട്, തൂങ്ങി നിൽക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ അട്ട എന്നും അർത്ഥമുണ്ട്, കുളയട്ട എന്നും അർത്ഥമുണ്ട്. അട്ടയുടെ പണി എന്താണ്? അട്ട ഇങ്ങനെ അള്ളിപ്പിടിക്കുക എന്നാണ്. അത്ര മാച്ചിങ് ആയിട്ടുള്ള ഒരു പദപ്രയോഗമാണല്ലോ നടത്തിയത്. പിന്നെ നിങ്ങളെ ഞാൻ ബീജത്തിൽ നിന്ന് ഒട്ടിപ്പിടിക്കുന്ന വസ്തുവാക്കി മാറ്റി. ഈ സമയത്ത് നമ്മൾ ഒരു
ഇമേജിംഗ് സംവിധാനത്തിൻ്റെ സഹായത്തോടുകൂടി ഗർഭപാത്രത്തിലേക്ക് നോക്കിയാൽ ഗർഭപാത്രത്തിൽ ഇത് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് നമുക്ക് നേർക്കൊണ്ടുകൊണ്ട് കാണാം. ഇത് അട്ടയെപ്പോലെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നത് നമുക്ക് നേർക്കൊണ്ടുകൊണ്ട് കാണാം. ഇന്ന് അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്, എത്ര ഇമേജിംഗ് സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തന്നെ കാണാം. പുറത്തെങ്ങും പോകേണ്ട കാര്യമില്ല. ഇനി ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ കുത്തുബ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ എടുത്തതിന് ശേഷം 20-22 ദിവസത്തിലുള്ള ഈ എംബ്രിയോ എങ്ങനെ ഇരിക്കും എന്ന് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് തരും അതിൻ്റെ ഇമേജ്, നിങ്ങൾക്ക് ഗൂഗിൾ തരും അതിൻ്റെ ഇമേജ്. അത് നമുക്ക് കാണാൻ സാധിക്കും. അന്ന് ഇത് പറയുന്ന കാലത്തുള്ള പോലെ അല്ല. എന്നിട്ട് പിന്നെ 27 ദിവസം വരെ 24-25 ദിവസം വരെ അത് ഇങ്ങനെ തൂങ്ങി അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അതിന്. അത് കഴിഞ്ഞാൽ സുമ്മക്കാനാൻ, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പിന്നെ ഞാൻ അതിനെ മുളുകയാക്കി മാറ്റി. ഈ മുളുക എന്ന അറബി പദമാണ്. ഈ മുളുക എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ചവച്ചത് എന്നാണ്. ച്യൂഡ് സ്റ്റേറ്റ്, ചവച്ചത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അഥവാ നമ്മളൊരു മാംസകഷ്ണം എടുത്ത് ചവച്ച് കഴിഞ്ഞാൽ എന്നിട്ടത് പുറത്തെടുത്ത് നമ്മൾ നോക്കിയാൽ എങ്ങനെയായിരിക്കുമോ നമ്മുടെ പല്ലുകളെല്ലാം അതിൽ പതിഞ്ഞിട്ടുള്ളത്, അതേ അവസ്ഥയിലാണ് 27 ദിവസം പിന്നിട്ടാൽ ആ ഭ്രൂണത്തിൻ്റെ അവസ്ഥ. ഭ്രൂണത്തിൻ്റെ അവസ്ഥ അതായിരിക്കും. അത് നമുക്ക് ഇമേജ് കിട്ടും. നമ്മൾ പുറത്തു പോകണതിനാണ്. അന്ന് ഒരു 10-30 കൊല്ലം മുമ്പൊക്കെ ഇത് പറയുമ്പോൾ അങ്ങനെ ഒരു ഇമേജ് ഒന്നും കിട്ടാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഗർഭപാത്രത്തിൽ കയറി നോക്കാൻ പറ്റുമോ? നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇന്നിപ്പോൾ അതല്ല. ഇവിടെ ഒരു പണ്ഡിതനോ ഒരു മൗലവിയോ മുസ്ലിം സംഘടനകളോ ഒന്നും ഉണ്ടാക്കാത്ത, അഥവാ ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത ഈ വൈദ്യശാസ്ത്ര മേഖലകൾ കൈകാര്യം ചെയ്യുന്ന, എംബ്രിയോളജി കൈകാര്യം ചെയ്യുന്ന സയന്റിസ്റ്റുകൾ അത് യൂട്യൂബിലായിട്ടും ഗൂഗിളിലായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ലഭ്യമാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ചവച്ചത് എന്ന അർത്ഥത്തിൽ നമ്മൾ ഒരു മാംസം എടുത്ത് ചവച്ചാൽ എങ്ങനെയായിരിക്കും അതേ കോലത്തിലാണ് 27 ദിവസം പിന്നിട്ട ഭ്രൂണത്തിന്റെ അവസ്ഥ. എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടിയിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുള്ളത്. നമ്മൾ ചവച്ചതുപോലെയാണ് അതിരിക്കുന്നത്. അത് കണ്ട് നമുക്ക് അത്ഭുതം തോന്നും. നമ്മൾ അത് കാണുകയും ഇത് ഓതുകയും വായിക്കുകയും ചെയ്താൽ നമുക്ക് അത്ഭുതം തോന്നും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? സുമ്മ ഖലഖനൽ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്ഗതൻ ഫഖലഖനൽ മുദ്ഗത ഇളാമ. പിന്നീട് നാം അതിനകത്ത് അസ്ഥികൾക്ക് രൂപം കൊടുക്കും. അസ്ഥികൾക്ക് രൂപം കൊടുക്കും അതിനകത്ത്. ഫകസൗനൽ ഇളാമ ലഹ്മാ. പിന്നെന്താ ചെയ്യുക? ആ അസ്ഥികളെ നാം മാംസം കൊണ്ട് പൊതിയും. ഇതാണ് ഗർഭപാത്രത്തിൽ നടക്കുന്നത്. ഇതാണ് ഗർഭപാത്രത്തിൽ ലൈംഗിക ബന്ധത്തിന് ശേഷം ആ സ്ത്രീ ഗർഭിണിയാവുകയാണെങ്കിൽ, ഒരു സ്ത്രീ ഗർഭിണിയാവുകയാണെങ്കിൽ ആ സ്ത്രീയുടെ ഫലോപ്പിയൻ ട്യൂബിലും ഗർഭാശയത്തിലുമായിട്ട് നടക്കുന്നത് ഈ മാറ്റങ്ങളാണ്, ഈ രൂപത്തിലാണ്. എന്നിട്ട് നാം അതിൽ എല്ലുകൾക്ക് രൂപം കൊടുക്കും. എല്ലുകൾക്ക് രൂപം കൊടുത്തതിന് ശേഷം ആ എല്ലുകളെ വീണ്ടും നമ്മൾ ലഹ്മു കൊണ്ട് പൊതിയും. ലഹ്മ് നമ്മൾ കേട്ടിട്ടില്ലേ? ലഹ്മ് നമുക്കറിയാലോ. നമ്മൾ പണ്ട് പോലെ പറഞ്ഞാണല്ലോ ലഹ്മ്. ഇറച്ചിക്ക് നമ്മൾ പറഞ്ഞത് എന്താ? ലഹ്മ് എന്നാണല്ലോ. ലഹ്മ് കൊണ്ട് നാം അതിനെ പൊതിയും. പിന്നീട് നാം തികച്ചും വ്യത്യസ്തമായ മറ്റൊരു സൃഷ്ടിയാക്കി അതിനെ മാറ്റും. ഇതിന് 2 മാനങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നു. ഒന്നാമത്തെ മാനം എന്താണെന്ന് ചോദിച്ചാൽ, ആ സമയം വരെ ഇതൊരു മനുഷ്യക്കുട്ടിയാണ് എന്ന് തോന്നുന്ന രൂപത്തിലല്ല അതിൻ്റെ കിടപ്പുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഇമേജ് നോക്കി നമുക്ക് മനസ്സിലാകും. ഒരു മനുഷ്യനാണ് ഈ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് തോന്നൂല ആ സമയത്ത്. അതുകൊണ്ടായിരിക്കാം പിന്നെ സുമ്മ അൻസഅനാഹു ഖൽഖൻ ആഖർ, തികച്ചും വ്യത്യസ്തമായ മറ്റൊന്നാകുന്നു. അഥവാ മനുഷ്യ കുഞ്ഞാണി ജനിക്കാൻ പോകുന്നു എന്ന രൂപത്തിൽ കൃത്യമായ മനുഷ്യ പ്രകൃതം അതിനുണ്ടാകും എന്നതാണ് ഒരു ഇന്റർപ്രിട്ടേഷൻ, ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം അതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക്, മനുഷ്യവർഗത്തിന് സവിശേഷമായി നൽകുന്ന അള്ളാഹുവിൻ്റെ റൂഹ് അതിനകത്തേക്ക് സന്നിവേശിപ്പിക്കുന്ന ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയോഗം നടത്തുന്നത്. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ, തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ജീവിയാക്കി നാം മാറ്റുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ അവൻ്റെ ഭാഗത്ത് നിന്നുള്ള ആത്മാവിനെ അതിനെ സന്നിവേശിപ്പിക്കുന്ന ഘട്ടത്തെക്കുറിച്ചായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിനുശേഷം അല്ലാഹു പറയുന്നു, ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. വളരെ മനോഹരമായി സൃഷ്ടിക്കുന്ന പടച്ച തമ്പുരാൻ എത്ര അനുഗ്രഹമുടയവനാണ്.
വളരെ സുന്ദരമായി മനുഷ്യ സൃഷ്ടി നടത്തുന്ന അള്ളാഹു എത്ര മഹോന്നതനാണ്. പിന്നെയാണ് കാര്യത്തിലേക്ക് അല്ലാഹു പറയുന്നത് വരുന്നത്, സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തൂൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇനി നിങ്ങൾ മരിക്കും. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. തീർച്ചയായിട്ടും നാളെ നിങ്ങളെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ശാസ്ത്രീയമായി യുക്തിഭദ്രമായി വിശദീകരിച്ചതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ സമർപ്പിക്കുന്നത്, മരണാനന്തര ജീവിതത്തെ സമർപ്പിക്കുന്നത്. അതാണ് ഞാൻ ഈ കഴിഞ്ഞ ഖുതുബയിലുമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ യുക്തിഭദ്രമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി നിങ്ങൾ മരിക്കും, ഇത്രയൊക്കെ നിങ്ങളെ ഞാൻ ആക്കിയല്ലോ, ഇനി നിങ്ങൾ മരിക്കും, പക്ഷേ ശേഷം നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. നമുക്കറിയാം ഗർഭപാത്രം ഇരുട്ടറയാണ്. ഇതിൽ നിന്ന് ഞാൻ നേരത്തെ രണ്ട് കാര്യം, എന്തിനാണ് ഇത് പറയുന്നത് എന്ന് രണ്ട് കാര്യം പറഞ്ഞിരുന്നു ഖുതുബയുടെ തുടക്കത്തിൽ. ഇനി ഞാൻ പറയുന്നത് രണ്ട് കാര്യങ്ങളും കൂടിയാണ്. ഇതൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒന്നാമത്തേത് വിശുദ്ധ ഖുർആൻ പരലോകത്തെ ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് ബോധ്യപ്പെടും. നമ്മളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്, പരലോകത്തിൽ അങ്ങോട്ട് വിശ്വസിക്കാൻ വേണ്ടി ഇസ്ലാം പറയുന്നു. പണ്ട് മുതൽ നമ്മൾ വായ കേൾക്കുമ്പോൾ പരലോകത്തിൽ വിശ്വസിക്കാൻ പറയുന്നത്, അങ്ങനെയൊന്നും അല്ല പരലോകത്തിൽ വിശ്വസിക്കാനല്ല പറയുന്നത്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന യുവാക്കളോടും വിദ്യാസമ്പന്നരായ ആളുകളോടും എനിക്ക് പറയാനുള്ളത് ഈ കാര്യമാണ്. അഥവാ വിശുദ്ധ ഖുർആൻ അങ്ങനെ വെറുതെ അങ്ങോട്ട് വിശ്വസിച്ചു എന്ന് പറയല്ല ചെയ്യുന്നത്. വളരെ യുക്തിഭദ്രമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷമാണ് നീ എഴുന്നേൽപ്പിക്കപ്പെടും. ഇതൊക്കെ ചെയ്തവനാണ് ഞാൻ, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, അതുകൊണ്ട് കരുതലോടെ ജീവിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ശ്രമിക്കുന്നത്. അപ്പം ഈ ബോധ്യം നമുക്കുണ്ടാകും. ഞാൻ പറയുന്നു, പാരമ്പര്യമായി കിട്ടിയതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വൈജ്ഞാനികമായി ആർജിച്ചെടുത്ത അടിസ്ഥാനമുള്ള വിശ്വാസങ്ങളുമായി നമ്മൾ നടക്കണം. അതിനാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുക. രണ്ടാമത്തേത്, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വാക്കുകളാണ്, വേദമാണ് എന്ന് മനസ്സിലാക്കാൻ ഇത് നമുക്ക് ഉപകാരപ്പെടും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത് 1400 കൊല്ലം മുമ്പാണ്. 1400 കൊല്ലം മുമ്പാണല്ലോ ഖുർആൻ ഉള്ളത്. ഈ 1400 കൊല്ലം മുമ്പ് ആണ് ഗർഭപാത്രം എങ്ങനെയാണ് അകമിരിക്കുന്നത് എന്നൊന്നും ആ ജനതക്കറിയില്ല. കാരണം എംബ്രിയോളജി, അന്ന് ഭ്രൂണശാസ്ത്രം ഒന്നും വികസിച്ചിട്ടില്ല. അതിൻ്റെ ശൈശവ ദശയിൽ പോലും അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ ശൈശവ ദശയിൽ പോലും അല്ല. ഗർഭപാത്രം എന്ന് പറയുന്നത് അവരൊന്നും കണ്ടിട്ടുണ്ടാവില്ല എങ്ങനെയാണ് എന്നുള്ളത്. ആ സന്ദർഭത്തിലാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇത് പറയുന്നത്. റസൂലാണല്ലോ ജനങ്ങൾക്ക് ഇത് കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ ജനിക്കുന്ന കാലഘട്ടത്തിലും പിന്നീട് നൂറ്റാണ്ടുകളോളം ആളുകൾ എന്താണ് വിശ്വസിച്ചിരുന്നതെന്നറിയാമോ? BC 384 ജനിച്ച് BC 332 മരണമടഞ്ഞ ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിൻ്റെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടാണ് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. അതെന്താണെന്നറിയാമോ? മറ്റൊന്നുമല്ല, അരിസ്റ്റോട്ടിൽ വിശ്വസിച്ചിരുന്നത് സ്ത്രീകൾക്ക് ബീജമില്ല, അണ്ഡം എന്ന് പറയുന്ന ഒരു സാധനം സ്ത്രീകൾക്ക് ഇല്ല എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. അദ്ദേഹം അതിന് പകരം വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സ്ത്രീയുടെ മെൻസ്ട്രൽ ബ്ലഡ് ഉണ്ടല്ലോ, മെൻസസ് ബ്ലഡ് ഉണ്ടല്ലോ, ഈ മെൻസസ് ബ്ലഡിന് പുരുഷ ബീജം കാണാം. നമുക്ക് പുരുഷ ബീജം ബീജമായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും പുരുഷന്റെ ശരീരത്തിൽ നിന്ന് എന്തോ പോകുന്നുണ്ട് അങ്ങോട്ട് നമുക്കറിയാലോ. പക്ഷെ സ്ത്രീയുടെ ശരീരത്തിൽ അണ്ഡം എന്ന് പറയുന്ന ഒരു സാധനം പുറത്തോട്ട് വരുന്നതല്ല, അത് ഫലോപ്പിയൻ ട്യൂബിൽ ഉണ്ടായി ഗർഭപാത്രത്തിലേക്ക് പോകുന്നതാണ്, അതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം വിശ്വസിച്ചെന്താന്ന് ചോദിച്ചാൽ, അങ്ങനെ ബീജം എന്ന് പറയുന്നത് പോലെ സ്ത്രീക്ക് അണ്ഡം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. പകരം അപ്പൊ പക്ഷെ കുട്ടി ഉണ്ടാകുന്നുണ്ടല്ലോ, സ്ത്രീ ഗർഭം ധരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? സ്ത്രീയുടെ മെൻസസ് ബ്ലഡിന് പുരുഷനിൽ നിന്ന് പോകുന്ന ബീജം ആകൃതിയും രൂപവും ഒക്കെ നൽകുന്നു. അങ്ങനെയാണ് കുഞ്ഞുണ്ടാകുന്നത്. ഇത് എത്ര നാൾ വിശ്വസിച്ചു നിങ്ങൾക്കറിയാമോ? AD 1660 റെഡ്ഡി ഇതിനെ ചോദ്യം ചെയ്യുന്നത് വരെ സമൂഹത്തിന്റെ വിശ്വാസം പൊതുവിൽ അങ്ങനെയായിരുന്നു. എന്നാൽ ഇതിന് 1000 കൊല്ലം മുമ്പാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി ഇതൊക്കെ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം വകയായിരുന്നു വിശുദ്ധ ഖുർആനെങ്കിൽ, ഗർഭപാത്രത്തിന്റെ ഇരുട്ടറകളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ ഇത്ര കൃത്യമായി
ഇത്ര ആക്യുറസിയോടുകൂടി, എംബ്രിയോളജിക്കൽ ആക്യുറസിയോടുകൂടി എങ്ങനെയാണ് ആ കാലത്തൊരു മനുഷ്യൻ പറയുക? ഈ വിശുദ്ധ ഖുർആൻ ഈ സൂറത്തുൽ മൂമിനൂനിലെ 12 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ നടക്കുന്നത് പോലെ തന്നെയാണ് ഗർഭപാത്രത്തിൽ നടക്കുന്നത്. ഇത് 1400 കൊല്ലം മുമ്പ് ഇത്രയും ഒരു എംബ്രിയോളജിക്കൽ എററുമില്ല ഇതിനകത്ത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിനകത്ത് ഭ്രൂണശാസ്ത്രപരമായ ഒരു തെറ്റുമില്ല ഈ വർത്തമാനത്തിൽ. ഇത്രയും ആക്യുറസിയോടുകൂടി ആ കാലത്ത് ജീവിച്ച ഒരു മനുഷ്യന് പറയാൻ കഴിയുമോ? പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളത് തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. തീർത്തും വിശ്വസിക്കാം നമുക്ക്. കാരണം നബിക്കത് പറയാൻ കഴിയില്ല. കാരണം അന്ന് ഒരു ഇമേജിങ് സംവിധാനങ്ങളുമില്ല. അൾട്രാസൗണ്ട് ആണെങ്കിലും എക്സ്റേ ആണെങ്കിലും MRI ആണെങ്കിലും CT സ്കാൻ ആണെങ്കിലും ഇങ്ങനെയുള്ള ഇമേജിങ് സംവിധാനങ്ങളൊന്നും അക്കാലത്തില്ല. ഇനി അത് എടുത്ത് നോക്കിയതിന് ശേഷം ഇതിങ്ങനെയാണെന്നൊന്ന് പറയാൻ ഇല്ല. ഇതിന്റെ 7 അയലത്ത് പോലും എത്താൻ പറ്റുന്ന ഇമേജിങ് സംവിധാനങ്ങളില്ല. ആ കാലത്താണ് ഖുർആനിൽ ഇതന്നുണ്ടല്ലോ ഈ വാചകം. ഇത് പുതിയതായിട്ട് ഈ സംവിധാനങ്ങൾ വന്നതിന് ശേഷം ഖുർആനിൽ എഴുതി ചേർത്തൊരു വചനമല്ല. നമ്മൾ ഇതൊക്കെ ചിന്തിക്കണം നമ്മൾ. എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ എന്നിട്ട് ആത്മവിശ്വാസത്തോടെയുള്ള ഖുർആനിന്റെ വാഹകരായി നമ്മൾ മാറണം. എന്തെങ്കിലും ആവട്ടെ, നമുക്കിപ്പോൾ അറിയേണ്ടത് തുറന്നു വല്ല പ്രശ്നമാണെങ്കിൽ ഇത് പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിക്കാനൊന്നുമില്ല. അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ഖുർആനിലില്ല. സയന്റിഫിക് എററൊന്നും ഖുർആനിലില്ല. ശാസ്ത്രീയമായ അബദ്ധങ്ങൾ ഖുർആനിലില്ല. അപ്പോ ആ കാലത്ത് ഇത്രയും കൃത്യതയോടുകൂടി ഇത് പറയണമെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ വകയായിട്ട് എന്തായാലും പറയാൻ പറ്റൂല. എന്തൊക്കെ കള്ളത്തരം പറഞ്ഞാലും ഇതിത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ആ കാലത്തേക്ക് നമ്മുടെ ചിന്ത ഒന്ന് കൊണ്ടുപോയി നമ്മുടെ ഈ കാലത്ത് നിന്ന് ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് ശരിയാവൂല. മുഹമ്മദ് നബി ജീവിച്ച ഒരു കാലമുണ്ട്. ആ കാലത്തെ ശാസ്ത്രീയമായ വികാസത്തിന്റെ അവസ്ഥ എത്രത്തോളം ഉണ്ട്, അവരുടെ ബൗദ്ധികമായ കഴിവുകൾ എത്രത്തോളം ഉണ്ട്, തട്ടിപ്പ് നടത്തുന്നവരുടെ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളുടെ മികവ് എത്രമാത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഇതൊന്നും അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത്ര കൃത്യതയോടുകൂടി ഇത്രയും ലോജിക്കലായിട്ട് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം തന്നെയാണ്. അത് മുഹമ്മദ് നബിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി മറ്റൊരു കാര്യം ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നു. സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ മുഹമ്മദ് നബി അന്ന് ഉണ്ടാക്കിയതാണ് ഖുർആൻ എന്നാണല്ലോ ഖുർആൻ വിരുദ്ധർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു, സ്വാർത്ഥ താല്പര്യമുള്ള ഒരാൾ പറയുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? അയാൾക്ക് എങ്ങനെയെങ്കിലും ആ സ്വാർത്ഥ താല്പര്യം നേടിയെടുക്കാനല്ലേ അയാൾ ശ്രമിക്കുള്ളൂ. അയാൾ ആ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ പറ്റുമെന്നല്ലേ അയാൾ ചിന്തിക്കുള്ളൂ. ആ കാലഘട്ടത്തിലുള്ള ഏതൊരു മനുഷ്യൻ ഇന്നിപ്പോ തന്ത്രപൂർവ്വം ഒരാൾ ഇത്തരം ഒരു ഗ്രന്ഥവുമായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ അയാൾ എന്തൊക്കെയായിരിക്കും ചെയ്യുക? അയാൾ ഈ കാലഘട്ടത്തിൽ അത് നേടിയെടുക്കാനുള്ള തന്ത്രമായിരിക്കും ഉണ്ടാക്കുക. ഇന്നാണ് ഒരു ഗ്രന്ഥം ഒരാൾ അവതരിപ്പിക്കുമ്പോൾ ആണെങ്കിൽ പോലും അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പറയുന്നിടത്ത് ഇന്നും എംബ്രിയോളജി വരില്ല, ഇന്നും ഭ്രൂണശാസ്ത്രം കടന്നു വരില്ല. കാരണം അത് പറയേണ്ട കാര്യമില്ല. അത്തരം കാര്യങ്ങളൊക്കെ പറയണതിനാണ് തനിക്ക് താല്പര്യമുണ്ടല്ലോ, ആ താല്പര്യം നേടിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലും പറയണം. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് മുഹമ്മദ് നബി പറയണത്? പരലോകമുണ്ട്. പരലോകം ഉണ്ടായിട്ട് നിങ്ങളിവിടെ മാന്യമായിട്ട് ജീവിക്കണം. സ്വാർത്ഥ താല്പര്യക്കാർ ഇങ്ങനെയാണോ കാര്യങ്ങൾ അവതരിപ്പിക്കുക? സ്വാർത്ഥ താല്പര്യമുള്ള ഒരാൾ ഇങ്ങനെയായിരിക്കുമോ കാര്യങ്ങൾ അവതരിപ്പിക്കുക? ഇതൊക്കെ പറഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി എന്താ പറയുന്നത്? സുമ്മ ഇന്നക്കും ബഅദ ദാലിക മയ്യിത്തൂൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ പരമാവധി അടിച്ചു പൊളിച്ച് ജീവിച്ചോന്നല്ലല്ലോ മുഹമ്മദ് നബി പറയുന്നത്. സ്വാർത്ഥ താല്പര്യമായിരുന്നെങ്കിൽ മുഹമ്മദ് നബി ഇത് പറയേണ്ട കാര്യമല്ലല്ലോ, ഇത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയല്ലല്ലോ ചെയ്യേണ്ടത്. മറിച്ച് കാര്യം എങ്ങനെയെങ്കിലും നേടിയെടുക്കാനല്ലേ നോക്കേണ്ടത്. അതിന് പകരം ഖുർആൻ തുറന്നു നോക്കിയാൽ അതിന്റെ വരികൾക്കിടയിലും ഇവർ പറയുന്ന പോലെ മുഹമ്മദ് നബിയാണ് പറഞ്ഞതെങ്കിൽ വരികൾക്കിടയിലും എല്ലാം പരലോകത്തെ അതിസമർത്ഥമായി അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? നിങ്ങൾ കരുതലോടെ ജീവിക്കണം, ജീവിതത്തിന് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് നെറുകേടുകളും തെമ്മാടിത്തരങ്ങളും കൊള്ളരുതായ്മകളും ചെയ്യരുത് എന്നല്ലേ പറയുന്നത്. സ്വാർത്ഥ താല്പര്യക്കാരൻ അങ്ങനെ പറയൂലല്ലോ. അത് തന്നെ പോരെ പറയുന്നത് ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇതൊക്കെ നമ്മൾക്ക് ബോധ്യം വരണം. നമ്മൾ അങ്ങനെ ഈ പറയുന്ന പോലെ ഒഴുക്കിനൊത്തു നീന്തുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫലോപ്പിയൻ ട്യൂബിൽ നിന്ന് ഗർഭാശയത്തിലേക്ക് ഈ സിക്താണ്ഡം പോകുന്നത് പോലെ അതിൻ്റെ ചലനവും കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളായി നമ്മൾ മാറരുത്. നമ്മൾ സ്വയംബോധ്യത്തിലായിരിക്കണം ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാനുള്ള തൗഫീക്ക് നൽകി അല്ലാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.